ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് ജഗജാല കില്ലാടിയായ സുജി ചേച്ചി എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ്. ചേച്ചി വലിയൊരു കേമിയാണെങ്കിലും അവസാനം മകൾ പറഞ്ഞത് കേട്ട് ഒന്നങ്ങ് ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ആ കാര്യമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് മാഡം, എൻ്റെ പേര് സുജി. ഞാൻ മൈസൂർ താമസമാക്കിയ ഒരു മലയാളിയാണ്. എനിക്കിപ്പോൾ 39 വയസ്സുണ്ട്. എൻ്റെ മകൾക്ക് 22 വയസ്സുമുണ്ട്. എന്നെ ആരും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ അമ്മയായ ആളാണ് ഞാൻ. എൻ്റെ വീടിന് അടുത്തുള്ള ഉയർന്ന സമ്പത്തുള്ള ഞങ്ങളെക്കാൾ ഉയർന്ന ജാതിക്കാരനായ ഒരാളുടെ ചതിക്ക് ഞാൻ വിധേയയാകുകയായിരുന്നു. തീരെ ചെറുപ്പത്തിൽ തന്നെ അയാൾ എന്നെ പ്രണയിച്ച് വശത്താക്കി. എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ മാത്രമേ കല്യാണം കഴിക്കൂവെന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ ഓരോ ഇഷ്ടത്തിനും ഞാൻ വഴങ്ങുമായിരുന്നു. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാതെ ചെല്ലുമായിരുന്നു. പക്ഷേ കളി കാര്യമായി. ഒരു ദിവസം ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനമ്മയെ ഉപേക്ഷിച്ച് പോയതാണ്. അതോടുകൂടി അമ്മ വല്ലാത്ത നിരാശയിലായി. എന്നെ നന്നായി ഉപദ്രവിച്ചു. അയാൾ നിന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്നെ സ്വീകരിക്കുമെന്ന്. ഞാൻ അയാളോട് ഈ കാര്യം പറയാൻ ചെന്നപ്പോൾ അയാൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മുഖഭാവമാണ് കാണിച്ചത്. അയാൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും എനിക്ക് മറ്റു പലരുമായിട്ട് ബന്ധമുണ്ടെന്നും അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇതിന് ഉത്തരവാദി ഞാനല്ലെന്ന്. അന്നത്തെ കാലമായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയെ കളയുന്ന ആ സമയം അധികരിച്ചിരുന്നു. ഡോക്ടർ അതിന് സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് ആ കുട്ടിയെ പ്രസവിക്കേണ്ടി വന്നു. നാട്ടുകാരുടെ മുന്നിൽ ഞാൻ തല താഴ്ത്തിയാണ് നിന്നിരുന്നത്. അയാളാണ് കുട്ടിയുടെ അച്ഛനെന്ന് ഞാൻ പലരോടും പറഞ്ഞെങ്കിലും അയാളത് നിഷേധിച്ചാണ് നടന്നത്. അത് കഴിഞ്ഞതിൽ പിന്നെ അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടേയില്ല. ഇപ്പോഴായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നാകുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ മകളെ വളർത്തിയത്. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കൂടി. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആളാണ്. എന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും പറഞ്ഞു നല്ലൊരു കാര്യമാണ്, നിനക്ക് ഒന്നാമതേ പേരുദോഷമാണ്, ഏതെങ്കിലും ഒരു ആൺതുണ ഉണ്ടാകുന്നത് നിനക്ക് നല്ലതാണെന്ന്. ഞാൻ അയാളോട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ. അയാൾ അന്നേരം പറഞ്ഞത് നിയമപരമായിട്ട് നിന്നെ മാരേജ് ചെയ്യാനൊന്നും എനിക്ക് പറ്റുകയില്ല. എനിക്കൊരു പഴയ ഭാര്യയുണ്ട്, അവളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമുക്ക് വിവാഹം നടത്താം, പക്ഷേ അതിന് രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയെങ്കിലും ആകട്ടെ. 4 പേര് അറിയട്ടെ എനിക്കൊരു ഭർത്താവുണ്ടെന്ന്. ഒരു മിന്നെൻ്റെ കഴുത്തിൽ കയറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അയാൾ എന്നെ കല്യാണം ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. എൻ്റെ മകളെ അങ്ങേർക്ക് വലിയ കാര്യമായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ അമ്മ മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു സുഹൃത്തിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തുടങ്ങി. ഞാനതിന് ആദ്യമൊന്നും സമ്മതിച്ചില്ല. എൻ്റെ ഭർത്താവ് മയത്തിൽ എന്നെ പറഞ്ഞ് മയക്കി. അവനിവിടെ താമസിച്ചു കഴിഞ്ഞാൽ നിനക്കാണ് നല്ലത്, വീട്ടിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇറങ്ങി വന്നതാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്, ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ അവൻ വീട്ടു ചിലവെല്ലാം നോക്കിക്കോളും, ഭയങ്കര സഹായമാണെന്നൊക്കെ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാനത് സമ്മതിച്ചു. ശരിയായിരുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അയാളായിരുന്നു. എനിക്ക് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ വീടിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ ശേഷം എന്നോട് ജോലിക്ക് പോകണ്ട എന്ന് പറയാൻ തുടങ്ങി. എന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിലാണ് അയാൾ പെരുമാറിയിരുന്നത്. എൻ്റെ ഹസ്ബൻഡിനും അത് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഏതായാലും അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, നീ അവൻ്റെ ബെഡ്റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ഞെട്ടിയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നെ തള്ളി അവിടേക്ക് വിട്ടിട്ട് പറഞ്ഞു ഓ, നിനക്കിതൊക്കെ ഒരു പുത്തരിയാണോ? വിവാഹപ്രായമാകുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഒരു കുട്ടിയുള്ളതല്ലേ? മറ്റൊരാണുമായിട്ട് നീ കറങ്ങി നടന്നല്ലേ? 1 ആണോ 2 ആണോ എന്ന് ആർക്കറിയാം? 2 ഭർത്താക്കന്മാർ നിനക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല, പോകൂ എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അയാളുടെ ഭാര്യയായിട്ട് എനിക്കവിടെ കഴിയേണ്ടി വന്നു. എനിക്ക് 2 ഭർത്താക്കന്മാരായിരുന്നു അവിടെ. നാട്ടുകാരെല്ലാം ഇതേപ്പറ്റിയായിരുന്നു ചർച്ച. ചില ദിവസങ്ങളിൽ 2 പേരും ഒരു മുറിയിലായിരിക്കും, അപ്പോഴും ഞാൻ ചെല്ലണം. ചില ദിവസങ്ങളിൽ അവർ തനിയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ സമയത്ത് അവർക്കിഷ്ടമുള്ളപ്പോഴായിരുന്നു എന്നെ വിളിച്ചു കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകളിൽ മറ്റും ജോലി ചെയ്യുന്നവർ ഓടി നടന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെയായിരുന്നു എൻ്റെ അവസ്ഥ.
എൻ്റെ മകൾ ഇങ്ങനെയാകരുതെന്ന് വിചാരിച്ച് ബന്ധുവായ ഒരു സ്ത്രീയുടെ സഹായത്താൽ അവളെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്. എനിക്ക് 2 ഭർത്താക്കന്മാരുള്ള കാര്യം നാട്ടിൽ വലിയൊരു പ്രശ്നമായിരുന്നു. ചിലരൊക്കെ വഴക്കുണ്ടാക്കാനൊക്കെ വന്നു. എന്നെ പോകുന്ന വഴിക്കൊക്കെ ചില ആണുങ്ങൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറയും, ആഹാ, നിനക്ക് 2 ഭർത്താക്കന്മാരുണ്ടല്ലോ, ഞങ്ങൾ കൂടി ഭർത്താക്കന്മാരായി ജോയിൻ ചെയ്തോട്ടെ, വേക്കൻസി ഉണ്ടോ എന്നൊക്കെ പറയും. ചില ആൾക്കാർ എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്യാനും വന്നു. എന്തായിരുന്നാലും അത് പതുക്കെ പതുക്കെ അവിടെ വലിയൊരു പ്രശ്നമായി വന്നു. നിരന്തരം വഴക്കായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, നാട്ടുകാരും എൻ്റെ ഭർത്താക്കന്മാരും തമ്മിൽ. അങ്ങനെ ഞങ്ങൾക്ക് കൂടും കുടുക്കയും എടുത്ത് മൈസൂരേക്ക് പോകേണ്ടി വന്നു. ഞങ്ങളുടെ അകന്ന ഒരു ബന്ധു മൈസൂരിലുണ്ടായിരുന്നു. 2 ഭർത്താക്കന്മാരുമായി ഞാൻ അവിടെ ചെന്ന് താമസം ആരംഭിച്ചു. അപ്പോഴാണ് ആ ആൻറ്റി എന്നോട് പറഞ്ഞത്, ഏതായാലും നിനക്ക് 2 ഭർത്താക്കന്മാരുണ്ട്, മലയാളി പെണ്ണുങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഇവിടെ, നീ ഒരു സുന്ദരിയാണ്, അവന്മാരോട് പറഞ്ഞിട്ട് നിങ്ങൾ ബിസിനസ്സിനങ്ങ് ഇറങ്ങ്, നല്ല പോലെ കാശ് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും സമ്മതമല്ലായിരുന്നു. പക്ഷേ ആൻറ്റി എൻ്റെ 2 ഭർത്താക്കന്മാരോടും പറഞ്ഞു. അവർ അതിന് കാത്തിരുന്നത് പോലെയായിരുന്നു. അവർക്കെന്നെ മടുത്തു കഴിഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും അവർക്ക് കാശുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ 2 പേരും നല്ല ക്ലയൻസിനെ പിടിക്കാൻ തുടങ്ങി. ഞാൻ അവിടെയെല്ലാം ഒരു രാത്രി സഞ്ചാരിണിയായി മാറി. ഇഷ്ടം പോലെ നല്ല പണമുള്ള ആളുകളുടെ കൂടെ കഴിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില മനുഷ്യരൊക്കെ എന്നെ സ്നേഹിച്ചിട്ടുമുണ്ട്. അതിലൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് രക്ഷപ്പെട്ടുകൂടെ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം എന്നൊക്കെ. പക്ഷേ എനിക്കറിയാം, എല്ലാവർക്കും ഒരേ ഒരു രാത്രി മാത്രമേ എന്നെ ആവശ്യമുള്ളൂ. പഞ്ചസാര വർത്തമാനമൊക്കെ അവർ പറയുമെങ്കിലും നേരം വെളുക്കുമ്പോൾ എല്ലാം മറക്കും. വയ്യാത്ത ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകാൻ വേണ്ടി എൻ്റെ 2 ഭർത്താക്കന്മാരും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആ ഇടയ്ക്കാണ് സ്ഥിരമായ ഒരു ബിസിനസ്മാൻ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയത്. കന്നഡക്കാരനാണ്. അയാൾക്ക് എന്നോട് ആത്മാർത്ഥമായൊരു ഇഷ്ടമുണ്ടായിരുന്നു. കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമൊന്നുമല്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്സ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഞാൻ ഈ കഥകളെല്ലാം അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ 2 ഭർത്താക്കന്മാരെയും ഇവിടുന്ന് തല്ലി ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, നീ എൻ്റെ കൂടെ നിൽക്ക്, എനിക്കും എൻ്റെ ക്ലയൻസിനും അവർക്കായി മാത്രം നിൻ്റെ സർവീസ് ചുരുക്കുക, നിൻ്റെ 2 ഭർത്താക്കന്മാരെയും ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടോളാമെന്ന് പറഞ്ഞു. അയാൾ നല്ല സ്വാധീനമുള്ള ആളായിരുന്നു. 2 പേരും ഇവിടുന്ന് വിട്ടോണം, വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോണം, ബാംഗ്ലൂരോ കേരളത്തിലോ എവിടെയെങ്കിലും പോയിക്കോളാൻ പറഞ്ഞു. എന്തായാലും നല്ലൊരു തുക കൊടുക്കാമെന്ന് എത്തി കഴിഞ്ഞപ്പോൾ വലിയ സംഘർഷമൊന്നുമില്ലാതെ 2 ഭർത്താക്കന്മാരും 2 വഴിക്ക് പോയി. അങ്ങനെ ഞാൻ അയാളുടെ കൂടെ മാത്രമായി, അയാളും അയാളുടെ ക്ലയൻസും മാത്രമായി എൻ്റെ ലോകം. ഒരു വശത്ത് എൻ്റെ മകളെ ഞാൻ നന്നായി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളെ മൈസൂരൊന്നും ഞാൻ കൊണ്ടുവരികയില്ലായിരുന്നു. കേരളത്തിൽ തന്നെ ഹോസ്റ്റലിൽ നിർത്തിയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് അവൾ ബാംഗ്ലൂരിൽ വന്നു. ആ സമയത്ത് ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരികയില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾക്ക് എല്ലാം മനസ്സിലാകുമെന്ന് വിചാരിച്ച് ഞാൻ അവളെ പണവും കൊണ്ട് അങ്ങോട്ട് പോയി മാത്രം കാണുകയായിരുന്നു പതിവ്. ഞാൻ അവൾക്ക് നല്ല ഉപദേശം കൊടുക്കുമായിരുന്നു, ഇത്തരം കാര്യങ്ങളിലൊന്നും ചെന്ന് പെടരുത് എന്ന്. എന്തായാലും ഒരു ദിവസം ഞാനും ഒരു ക്ലയൻറ്റുമായി വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകളും വേറൊരുത്തരും തമ്മിലുള്ള വീഡിയോ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ സൂക്ഷിച്ചു നോക്കി. ശരിക്കും എൻ്റെ മകൾ തന്നെയാണ്. നല്ല മേക്കപ്പ് ഇട്ട് അതീവ സുന്ദരിയായി. രസത്തിന് കാമുകൻ്റെ കൂടെ എടുത്ത ഒരു വീഡിയോ അല്ലായിരുന്നു. വളരെ തെളിച്ചമുള്ള, നമ്മൾ സാധാരണ കാണുന്ന ഇംഗ്ലീഷ് വീഡിയോ പോലെ തന്നെ പല ക്യാമറ വെച്ച് പല രീതിയിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അവൾ അതിൽ അഭിനയിക്കുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അവൾ അഭിനയിച്ച് കാശുണ്ടാക്കുകയാണ്. സാധാരണ അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാനധികം കണ്ടിട്ടില്ല. ഇതെന്താണ് ഈ വീഡിയോ ഇത്രയും നല്ല തെളിച്ചം, നല്ല രസമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ക്ലയൻറ്റിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ പോലെ ഷൂട്ട് ചെയ്തതാണ്. വെബ് സീരിയലെന്നും വെബ് സീരീസ് എന്നും ഒക്കെയാണ് പേര്. പക്ഷേ സംഗതി ഇതാണ്, ഇപ്പോൾ അങ്ങനെ ഒത്തിരി ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിൽ ആക്ട് ചെയ്യാൻ ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. നല്ലൊരു വരുമാന മാർഗമാണിത്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുമോ? അമേരിക്കയിലൊക്കെ അല്ലേ ഉള്ളൂ അങ്ങനെ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. പണ്ട് കാലത്ത് ഇത്തരം വീഡിയോകളൊന്നും ആരും എടുക്കുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെബ് സീരീസ് എന്നുള്ള പേരിൽ ധാരാളം വെബ്സൈറ്റുകൾ ഇങ്ങനെയുണ്ട്. പണം കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കാണാം.
അയ്യോ, ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് സംശയത്തോടുകൂടി ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ കമ്പനികളും അല്ലെങ്കിൽ ഇതിൻ്റെ സെർവറുമൊക്കെ അമേരിക്കയിലോ മറ്റോ ആയിരിക്കാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് വ്യാപകമായി വരുന്നതെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. എന്തായാലും ഞാൻ എൻ്റെ മകളെ കൈയോടെ വിളിച്ച് ചോദിച്ചു, വീഡിയോയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ യാതൊരു കൂസലുമില്ലാതെ പറയുകയാണ്, അമ്മയുടെ ഹിസ്റ്ററിയെല്ലാം എനിക്കറിയാം. അമ്മ അത്ര നല്ലവളൊന്നുമല്ല, പിന്നെന്തിനാണ് എന്നെ പഴിക്കുന്നത്? പിന്നെ ഞാൻ അത്ര നല്ലവളൊന്നും ആകണമെന്ന് അമ്മ ശടിക്കേണ്ട കാര്യമില്ല. അമ്മ ചെയ്യുന്ന തൊഴിൽ അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മയെപ്പോലെ കുറേ ആളുടെ കൂടെ ഇങ്ങനെ ചുമ്മാ ഒരു കാര്യവുമില്ലാതെ നടക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്കാരുടെയും അടിമയൊന്നും ആകാൻ വയ്യ. ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, അത് വീഡിയോയിലാക്കുക, കാശ് വാങ്ങുക, അത്രയേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. മാഡം, എന്നെപ്പോലെ നീ ആകരുത് എന്നുള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ ദൂരെ നിർത്തി പഠിപ്പിച്ചത്. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും അവൾ പറയുകയാണ്, ഇതൊക്കെ നോർമലാണമ്മേ, ഇതൊരു മോഡേൺ യുഗമാണ്. അമ്മ ഇതൊന്നും വലിയ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് കാണണ്ട എന്നവൾ പറയുകയാണ്. പിന്നെ വീഡിയോയിലൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല സുന്ദരന്മാരായുള്ള ആണുങ്ങളായിരിക്കും നമ്മുടെ കൂടെ വരുന്നത്. അതിന് പകരം അമ്മ ഇപ്പോൾ നിൽക്കുന്ന അയാളെപ്പോലെയുള്ള കറുത്ത് തടിച്ച ഭൂതത്തെ പോലിരിക്കുന്ന ആളുടെ കുറേ പണം കൈവശപ്പെടുത്തിയിട്ട് എന്താ അമ്മേ കാര്യം? എൻജോയ് ചെയ്യുമ്പോൾ നല്ല ആണുങ്ങൾ വേണ്ടേ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവളുടെ വാചകസരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്കായില്ല. ഞാൻ പറഞ്ഞതൊന്നും അവൾ കേട്ടതേയില്ല. ഇപ്പോൾ അവൾ സ്വന്തം നിലയിലാണ് ജീവിക്കുന്നത്. ഞാനൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു വർഷം സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ 1-2 ആഴ്ച കൊണ്ട് സമ്പാദിക്കുന്നുണ്ട്. എന്തായാലും ഒരു 3 ആഴ്ച മുമ്പ് അവളും 4 ആണുങ്ങളും കൂടി ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് വന്നു. എന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. അവർ പുതിയൊരു സീരീസ് തുടങ്ങുന്നു, അതിൽ ഞാൻ അഭിനയിക്കണമെന്നാണ് അവൾ പറയുന്നത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ മുഖം വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല. എനിക്ക് നാണം കെടാൻ ഇനിയും വയ്യ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, അമ്മയുടെ എല്ലാ സെറ്റപ്പും മാറ്റിയെടുക്കും. നല്ല അൾട്രാ മോഡേൺ ലുക്കിലായിരിക്കും വരുന്നത്. ഫേസ് ആൻഡ് ബോഡി മേക്കപ്പ്, ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു വരുമ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് അറിയുക പോലുമില്ല. അത്രത്തോളം നല്ല ദേവലോക റാണിയെ പോലെ ഇരിക്കും അമ്മ. ഇവർക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി. അമ്മ ഒരു ആൻറ്റിയുടെ റോളിൽ അഭിനയിക്കാൻ വരണം, ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് ഒരിക്കലും മിണ്ടില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുകയില്ല. ക്യാമറയൊക്കെ എനിക്കെങ്ങും വയ്യ, എന്നെക്കൊണ്ടതൊന്നും പറ്റുകയില്ല. പക്ഷേ മകൾ പിടിവാശി എടുക്കുകയാണ്. അവൾക്ക് ഞാൻ ചെന്നേ പറ്റൂ എന്നാണ് പറയുന്നത്. അവൾ എല്ലാം അറേഞ്ച് ചെയ്ത് കുറേ ദിവസമായി കാത്തിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായം പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറച്ച് ദിവസത്തിന് മുമ്പ് വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ശീലങ്ങൾ അറിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതോടുകൂടി അവൾ പിണങ്ങി. ഇപ്പോൾ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. 2 ആഴ്ചയായിട്ട് അവളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. എനിക്ക് ആകെ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. അവൾ പറയുന്നത് കേൾക്കുന്നതാണോ മാഡം നല്ലത്? അവൾ പറയുന്നത് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൾ എന്നെ വിട്ടുപോകുകയില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൾ ഈ പറയുന്നത് പോലെയുള്ള ഷൂട്ടിങ്ങൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് മാത്രമാണ് മനസ്സിലാക്കിയത്. ഞാൻ എന്താണ് മാഡം ചെയ്യേണ്ടത്? അവൾ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അവൾ എന്നിൽ നിന്ന് അകന്നു പോകും. എനിക്ക് ആകെ കൂടി പേടി തോന്നുന്നു. അവൾ പറഞ്ഞത് അനുസരിക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാഡം ഒരഭിപ്രായം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു മെയിൽ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഈയിടെയായിട്ട് സീരിയൽ, വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലാറ്റ്ഫോമുകളിൽ ഇതേപോലെ, അതായത് പക്കാ നീലയായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ വരുന്നുണ്ട്, ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരം വീഡിയോകളൊക്കെ ബാൻ ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകൾ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്. ധാരാളം ഇന്ത്യൻ ആളുകൾ അതിൽ അഭിനയിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നത് വിദേശത്ത് വല്ലതായിരിക്കാം. അങ്ങനെയായിരിക്കും ഇതിങ്ങനെ കാണാൻ കിട്ടുന്നത്. ഇവിടുത്തെ നിയമപ്രകാരം അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെന്തോ ട്രിക്കുകൾ അതിൻ്റെ പിന്നിൽ കാണുമായിരിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ശരിക്കും സീരിയസ് ആയിട്ട് ആക്ടേഴ്സ് അഭിനയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ എല്ലാവർക്കും സ്റ്റുഡിയോസ് ഉണ്ട്. ഓരോ സ്റ്റുഡിയോയും പുറത്തിറക്കുന്ന വീഡിയോസാണ് നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റിൽ കാണുന്നത്. അതൊരു വ്യവസായമാണ്. മറ്റ് ആക്ടേഴ്സിനെ പോലെയുള്ള അവിടുത്തെ ഇത്തരം കാര്യങ്ങളിലും ഇത്തരം വീഡിയോകളിലൊക്കെ അഭിനയിക്കുന്ന ആക്ടേഴ്സും
അവരെ വേറൊരു പേരെ വിളിക്കുമെന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ആക്ടേഴ്സ് തന്നെയാണ്. അതേപോലൊരു സംസ്കാരം നമുക്കിപ്പോൾ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത്തരം ഒത്തിരി സ്റ്റുഡിയോസ് ഇന്ത്യയിലുണ്ട് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ടൊരു അഭിപ്രായമില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സെറ്റപ്പ് അനുസരിച്ച് നിയമപരമായി നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടത്തുന്നത് ശരിയല്ല, അതിന് അനുവാദമില്ല, അങ്ങനെ ഒരു കാര്യം നടക്കുന്ന ഒരു സ്ഥലമല്ല നമ്മുടേത് എന്നതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് അഭിനയിക്കാൻ പോകേണ്ട യാതൊരു കാര്യമില്ല. മകള് അഭിനയിക്കാൻ പോകണ്ടെന്ന് പറയുക, പറഞ്ഞു നോക്കുക. തീർച്ചയായിട്ടും പലവട്ടം പറഞ്ഞു നോക്കുക. എന്തായാലും നിങ്ങൾ അഭിനയിക്കാൻ പോകരുത്, ഞാൻ അഭിനയിക്കാൻ വരില്ല, നീ ഇത് നിർത്തുക, നല്ല വഴിക്ക് വരിക എന്ന് പറയുക. പിന്നെ അമ്മ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അന്നത്തെ സാഹചര്യം അതായിരുന്നു, പെട്ടുപോയി, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങ് വഴുതി വീണു പോയി എന്ന് വെച്ചിട്ട് അത് അനുകരിക്കാൻ പറ്റുന്നൊരു മാതൃകയല്ല എന്നുള്ളത് മകളെ പറഞ്ഞു മനസ്സിലാക്കുക, അതിന് ശ്രമിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ടും അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. എന്തായാലും അമ്മ എന്നുള്ള നിലയിൽ അവളെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ല. അവൾ പറഞ്ഞത് കേൾക്കുകയും വേണ്ട, സ്ട്രിക്റ്റായിട്ട് പറയാൻ പറ്റുകയില്ല, നീ നിർത്തുക എന്ന് പറയുക, പറഞ്ഞു നോക്കുക, പറഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുക, അതേ പറ്റുകയുള്ളൂ. പിന്നെ ഇതൊന്നും കേൾക്കാതെ വേറെ ആളുകളുടെ കൂടെ ഇങ്ങനെ അങ്ങ് നടക്കുന്ന ഒരു മോളാണെങ്കിൽ അവളെ കൊണ്ട് നിങ്ങൾക്കൊരു അമ്മ എന്നുള്ള നിലയിൽ എന്ത് ഉപകാരമാണുള്ളത്? ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് നിങ്ങളോ ഈ കാര്യത്തിൽ പെട്ടുപോയി മകൾ അങ്ങനെ വരരുത് എന്ന് ഉപദേശിച്ച് വളർത്തിയ ഒരു പെൺകുട്ടി ഈ കാര്യം തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയുകയാണ് അത് വളരെ നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ അവളെ തിരുത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് എനിക്കും അറിയില്ല, ആർക്കെങ്കിലും പറ്റുമോ എന്നും അറിയില്ല. പക്ഷേ ആ ഒരു കാര്യത്തിന് അവൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിൽക്കുക. കാരണം നിങ്ങളൊരു അമ്മയാണ്. ഇപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അമ്മ തന്നെയാണ്. മക്കൾ വഴിതെറ്റിപ്പോകുന്നത് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് സ്ട്രിക്റ്റായിട്ട് എതിർക്കുക. അല്ലാതെ അവൾ പറഞ്ഞത് കേട്ടിട്ട് അവൾ പോകുമെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞതൊരു അവസാന വാക്കായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് അവസാന വാക്കായിട്ടോ നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. കാര്യം ഓരോരുത്തരും അകപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. പൂച്ചക്കാര്യമാണ് കിട്ടുമെന്ന് ചോദിക്കുന്നത് പോലുള്ള കാര്യമാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് അവളോട് പറയുക. അവൾ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. ഇനി അഥവാ അവളുടെ വഴിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരാ കൂടെ ഉള്ളത്? ഒന്നുമില്ല, കുറേ ആണുങ്ങൾ മാത്രമുണ്ട് എന്നുള്ളതല്ലാതെ കറക്റ്റ് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ എന്ന് എനിക്കും അറിയാം. അവളും അങ്ങനെ തന്നെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാര്യം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജീവിതാനുഭവം ഉള്ളത്, അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലാതെ അവളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങൾ ചെയ്യില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്സ്@gmail.com നിങ്ങൾ മെസ്സേജ് അയക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.